ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇതൊരു കമ്പനിയുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമോ അല്ലെങ്കിൽ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. തീർച്ചയായിട്ടും നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു സേവിങ്സ് ചെയ്യാൻ, ചെറിയ എമൗണ്ട് മുതൽ സേവിങ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ നല്ല സെറ്റാക്കണം അല്ലെങ്കിൽ നല്ല സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക്, നല്ല സേഫായിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ എമൗണ്ടുകൾ സ്വരൂപിച്ച് നമുക്ക് ഏത് നിമിഷവും 10 രൂപ മുതൽ നമുക്ക് എന്താ പറയുക സേവിങ്സ് ചെയ്യാൻ കഴിയുന്ന, വിത്ത് ബെനിഫിറ്റോട് കൂടിയിട്ടുള്ള ഒരു സേവിങ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സേവിങ്സ് സംഭവത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. ദിസ് ഈസ് ഇക്ബാൽ ലുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊക്കെ വളരെ സേവിങ്സ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളുകളാണ്. നമ്മൾ പല രീതിയിൽ നമുക്ക് സേവിങ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിക്കും ഒരു ഫിനാൻഷ്യൽ വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായം അനുസരിച്ച്, അവരുടെ ഒരു സേവിങ്സ് പ്ലാനിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 20% നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ മാസവും നമ്മൾ സേവിങ്സ് ചെയ്ത് വെക്കണം. ആ സേവിങ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഹാപ്പി പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രോബ്ലംസുകളെ ഫേസ് ചെയ്യാൻ, വരുന്ന പ്രോബ്ലംസുകളെ ഫേസ് ചെയ്യാൻ, ഈസിയിൽ ഫേസ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സേവിങ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20% എല്ലാ മാസവും കിട്ടുന്നതിൽ 20% നിങ്ങൾ സേവിങ്സ് ചെയ്ത് ബാക്കി നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ ബാക്കി കിട്ടുന്ന പൈസയാണ് നിങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾ ചിലവാക്കേണ്ടത്. അതാണ് ഫിനാൻഷ്യൽ വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു 20% നീക്കി വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവിങ്സോ അല്ല. നമുക്കെല്ലാവർക്കും ഗൂഗിൾ പേ ഉണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 രൂപയിലും, ഏത് ഗൂഗിൾ പേ എടുത്ത്, ആരുടെ ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 100 രൂപ, 500 രൂപ, 300 രൂപ ഒക്കെ ഉണ്ടാവും. 100 രൂപക്ക് ഇല്ലാത്ത ഗൂഗിൾ പേ ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ഉണ്ടാവുമായിരിക്കും മേ ബി. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ നിന്ന് ദിവസം ഒരു 10 അല്ലെങ്കിൽ 20 രൂപയോ അല്ലെങ്കിൽ 30 രൂപയോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ ഡെയിലി, അല്ലെങ്കിൽ ഒരു 200 രൂപ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ എമൗണ്ടുകൾ വെച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സേവിങ്സ് ഓപ്ഷനായിട്ട് എടുക്കുന്ന സംഭവമാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗോൾഡാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വർഷം 20 മുതൽ 24% വരെ ഗ്രോത്ത് ഉണ്ടാവുന്ന, ആനുവൽ ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു കിടിലൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് വളരെ സേഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് പല മെത്തേഡ്, ഇപ്പോൾ നമ്മൾ ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പല ആളുകളുടെ ധാരണ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി അത് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഭരണങ്ങൾ പോലുള്ള ഗോൾഡുകൾ വെച്ച് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കറക്റ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പറയാൻ പറ്റും. ശരിക്കും ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും നല്ലതും ഒക്കെ ബെനിഫിറ്റ് ആയിട്ടുള്ളതും. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അപ്പോൾ അതിന് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ തന്നെ ഗവൺമെൻറ് അണ്ടറിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് അനുമതിയോട് കൂടിയിട്ട് ലീഗലായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്, ഒരുപാട് കമ്പനികൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈവൻ 10 രൂപ മുതൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് ഒരു 100 രൂപ കിടക്കുന്നുണ്ട്. ഓക്കെ, 10 രൂപ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. അപ്പോൾ 10 രൂപയ്ക്ക് നമുക്ക് മില്ലിഗ്രാം ഗോൾഡ് രീതിയിൽ നമുക്കതിൽ ബൈ ചെയ്ത് വെക്കാൻ കഴിയും. അതിന് ഗ്രോത്ത് സംഭവിക്കുന്നതനുസരിച്ച് നമ്മൾ വാങ്ങുന്ന ഗോൾഡ് നമുക്കത് 24 കാരറ്റ് പ്യൂരിറ്റിയിൽ നമുക്ക് ഗോൾഡ് അവിടെ സേവ് ആവുകയും ചെയ്യും. എപ്പോഴും നമുക്ക് വിൽക്കും തോന്നുന്നു സ്പോട്ടിൽ നമുക്ക് അതിനെ സെൽ ഔട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണത്തെ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രത്യേക ആപ്പിന് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ കഴിയും. ജാറ് അല്ലെങ്കിൽ ഗൂഗിൾ പേയിലുണ്ട് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് സേവിങ്സ്, അല്ലെങ്കിൽ Paytm ഉപയോഗിക്കുന്നവർക്ക് അതിൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ
ഫോൺ പേ ഉപയോഗിക്കുന്നവർക്ക് ഇതിലൊക്കെ ഡിജിറ്റൽ ഗോൾഡ് സേവിങ്സിനെ കുറിച്ച് കാണാൻ കഴിയും, അതിലൊക്കെ സേവ് ചെയ്യാൻ കഴിയും. അതിന് പുറമെ തന്നെ നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ഗോൾഡ്, ഇത് മാത്രമായിട്ട് സേവ് ചെയ്യുന്ന ഗോൾഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ജാർ ഗോൾഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുപോലെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജാർ, ഇപ്പോൾ ഞാനൊക്കെ ജാർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് ജാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ ഇപ്പോൾ ഒരു 10 രൂപക്കോ അല്ലെങ്കിൽ 20 രൂപക്കോ നമുക്ക് വേറെ എമർജൻസി അല്ലാത്തൊരു ഫണ്ട് അവിടെ നമ്മുടെ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ടെങ്കിൽ 50 രൂപക്കോ 100 രൂപക്കോ അല്ലെങ്കിൽ ഡെയിലി നമുക്കതൊരു ഓട്ടോ പേ സിസ്റ്റത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഡെയിലി 10 രൂപ പോകുന്ന രീതിയിൽ, ഡെയിലി 50 രൂപ എടുത്ത് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡെയിലി 100 രൂപ എടുത്ത് പോകുന്ന രീതിയിൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വീക്കിലി എടുത്ത് പോകുന്ന രീതിയിൽ സെറ്റാക്കാം, മന്ത്ലി എടുത്ത് പോകുന്ന രീതിയിൽ സെറ്റാക്കാം. ഇതേപോലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് സേവ് എന്നുള്ള രീതിയിൽ നമുക്കതിന് സേവ് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ കഴിയും. ഇതുപോലുള്ള ചെറിയ ചെറിയ സേവിങ്സ് നമ്മൾ ഇതുപോലുള്ള ഗോൾഡ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ നമുക്കൊരു പക്ഷേ നല്ലൊരു സേവിങ്സ് ആയിട്ട് അത് ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കിഡിലിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിനെ കിട്ടും. തീർച്ചയായിട്ടും 100% പ്രോഫിറ്റിൽ അത് കിട്ടുകയും ചെയ്യും. നമുക്കത് ഇന്ന് മേടിച്ചിട്ട് ഇന്ന് നമ്മൾ ബൈ ചെയ്യുന്ന പൈസക്ക് എത്ര ഗ്രാം ഗോൾഡാണോ നമുക്ക് കിട്ടുന്നത്, ആ ഗ്രാം ഗോൾഡ് നമ്മൾ 5-10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3-2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിൽക്കുന്ന സമയത്ത് അപ്പോൾ എത്രയാണോ ഗോൾഡ് റേറ്റ്, ആ റേറ്റിൽ നമ്മളതിനെ സെല് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് കൂടി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അത് ബെനിഫിറ്റ് ആയിരിക്കും, പ്രോഫിറ്റബിൾ ആയിരിക്കും. വളരെ സേഫ് ആയിട്ടുള്ള, വളരെ നല്ല സ്റ്റാബിൾ ആയിട്ടുള്ള രീതിയിൽ ചെറിയ എമൗണ്ട് 10 രൂപ മുതൽ നമുക്ക് ഗോൾഡ് മേടിച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ പല ആപ്ലിക്കേഷൻ ഞാൻ ഒരു ആപ്പിനെ മാത്രം ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഗവൺമെൻറ് അലൗഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻസ് ഒരുപാട്, അല്ലെങ്കിൽ സൈറ്റുകൾ ഒരുപാട്. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പേയിലും അതിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സേവിങ്സ് നമുക്ക് നാളെ വലിയൊരു എമൗണ്ട് ആയിട്ട്, വലിയൊരു ഡ്രീം ക്യാച്ചറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല ഡ്രീമുകളിലും ഏതെങ്കിലും ഒന്നിനെ അതിന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ സേവിങ്സ് ഉപകരിക്കുമെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.